നമ്മുടെ കേരളത്തിൽ നിന്നും നേപ്പാൾ വരെ എങ്ങനെ പോവാം, എത്ര രൂപ ചിലവ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാലോ. അപ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളെ കേരളത്തിൽ നിന്നും ആഴ്ചയിൽ 3 ദിവസങ്ങളിലായി ഞായർ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും 6:35-ന് രത്നസാഗർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. ജനറൽ ടിക്കറ്റിന് 715 രൂപയും സ്ലീപ്പറിന് 1050 രൂപയും AC-ക്ക് 2600 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. 56 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ അങ്ങനെ ഗോരാപൂർ എത്തിച്ചേരാം. ഗോരാപൂരിൽ നിന്നും 95 കിലോമീറ്ററാണ് സൊണോലിയിലേക്കുള്ളത്. ഷെയർ ടാക്സി മാർഗവും ബസ് മാർഗവും നമുക്ക് അവിടെ എത്തിച്ചേരാം. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ഗോരാപൂർ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഗോരഖ്പൂരിൽ നിന്നും 150 രൂപയാണ് സൊണോലിയിലേക്ക് ബസ് ചാർജ് വരുന്നത്. സൊണോലിയിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേപ്പാൾ ബോർഡറിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും. നമ്മുടെ വോട്ടർ ID വെച്ചോ ആധാർ കാർഡ് വെച്ചോ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ കഴിയും. നേപ്പാൾ ബോർഡറിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്ത്യൻ കറൻസി മാറി നേപ്പാൾ കറൻസി ആക്കുക. 1 രൂപയ്ക്ക് 1.6 രൂപയാണ്. കൂടെ അവിടെ നിന്ന് ഒരു സിമ്മും എടുക്കുക. നമസ്തേ സിം എടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. സിമ്മും റീചാർജും കൂടി 460 രൂപയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ജനറൽ വരികയാണെങ്കിൽ 1325 രൂപയും സ്ലീപ്പറിൽ വരികയാണെങ്കിൽ 1660 രൂപയും AC-യിൽ വരികയാണെങ്കിൽ 3210 രൂപയാണ് വരുന്നത്. ഇതിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല. ഫുഡ് നമ്മൾ കഴിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം ഇതിൽ കൊടുത്തിട്ടില്ല.